അന്ന് ചെറിയ മഴയുണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് ഞങ്ങൾ റൂമിലായിരുന്നു. പെട്ടെന്നാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. സലാമേ, ഇങ്ങനെ കാണാപ്പാടം പഠിച്ച് പറയുന്ന പോലെ പറയണ്ട. താൻ പറയുന്നത് സത്യമായതുകൊണ്ട് തൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ മതി. ജഡ്ജ് അവിടെ പ്രസംഗ മത്സരത്തിന് മാർക്കിടാനിരിക്കുന്ന ആളൊന്നുമല്ലല്ലോ, ഇല്ലേ ഹരീഷേ? പറഞ്ഞേ, ഒന്ന് സാധാരണ പറയും പോലെ പറഞ്ഞേ. മഴ പെയ്യുന്ന കണ്ടപ്പോൾ മെയിൻ സ്വിച്ച് ഓഫാക്കിയൊന്ന് ഞങ്ങൾക്ക് സംശയം തോന്നി. അത് തീർക്കാനായിട്ട് സൈറ്റിലേക്ക് തിരിച്ചു നിന്നു. അപ്പോൾ അരണ്ട വെളിച്ചത്തിൽ ഇയാൾ ഓടിപ്പോകുന്ന കണ്ടു. അത് ഇയാൾ തന്നെ, എനിക്കുറപ്പാ. യുവർ ഓണർ, ഇയാൾക്ക് ആള് മാറിയതാണ്. അല്ലെങ്കിൽ ഹീസ് ലൈങ്. ഡിഫൻസ്, പ്ലീസ് കൺട്രോൾ യുവർ ക്ലയന്റ്. സോറി യുവർ ഓണർ. സാർ പ്ലീസ്. ആരൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് സാർ, എന്നെ ഒന്ന് വിശ്വസിക്കണം. മാഷ് കുറ്റക്കാരനല്ല എന്ന് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലാണ് നിങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ. ഞാൻ എന്ത് ചെയ്യാനാണ്? എല്ലാം ഫാബ്രിക്കേറ്റഡ് ആണ് സാർ. എവറിത്തിങ് ഈസ് ഫാബ്രിക്കേറ്റഡ്. DNA ടെസ്റ്റ് ചെയ്ത് താങ്കളാണോ? യെസ് സർ. അതൊന്ന് ഡീറ്റെയിൽ ചെയ്യാമോ? ഇയാളുടെ DNA-യും വിക്ടിമിന്റെ ശരീരത്തിൽ നിന്ന് കിട്ടിയ സെമന്റെ DNA-യും ഒന്ന് തന്നെയാണ്. റിപ്പോർട്ട്സ് എല്ലാം വി ഹാവ് സബ്മിറ്റഡ് ടു ദ പോലീസ്. ഈ സംഭവം നടന്ന സമയത്ത് പ്രതി നിങ്ങളുടെ കൂടെ തന്നെ മുഴുവൻ സമയവും ഉണ്ടായിരുന്നു? ഫുൾ ടൈം ഞങ്ങളോടൊപ്പം ഇല്ലായിരുന്നു സർ. നിശാന്ത് സാർ ഇടയ്ക്ക് ഈ സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്ത് ഒന്ന് പുറത്തു പോയിട്ട് വന്നായിരുന്നു. വിദ്യാർത്ഥിനി പീഡന കേസിന്റെ വിധി ഇന്ന് എറണാകുളം സെഷൻസ് കോടതി പ്രഖ്യാപിക്കും. പ്രതിയായ നിഷാന്തിനെതിരെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകളും അതീവ ഗൗരവകരമായ ഈ കുറ്റം പ്രതി ചെയ്തിട്ടുണ്ടെന്ന് നിസ്സംശയം തെളിഞ്ഞിരിക്കുന്നു. ഇയാളുടെ കുറ്റത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കുന്നു. വിദ്യാർത്ഥിനി പീഡന കേസിൽ പ്രതിയായ നിശാന്ത് കുറ്റക്കാരനാണ് എന്ന് എറണാകുളം സെഷൻസ് കോടതി വിധിച്ചു. കുറ്റവാളിയായ നിശാന്തിന് ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചത്. പീഡനത്തിനിരയായ പെൺകുട്ടിയെ അതിക്രൂരമായ രീതിയിലാണ് കുറ്റവാളിയായ നിശാന്ത്. You did a mistake, sir. ഇല്ല നിഷാന്ത്, you did a crime and it's not my mistake. It cannot be my mistake. Tear my soul